ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്റ്റിപ്സ് കുക്കിങ്ങിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നത് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഞാൻ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലകളും പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആദ്യം തന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം തന്നെ. പിന്നെ ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഈ കോൺഫ്ലവറിൻ്റെ അളവിൽ തന്നെ നമുക്ക് അരിപ്പൊടിയും ചേർക്കാം, 2 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയും പേസ്റ്റാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നോക്കിയിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങളും ചേർക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ പൊടി ചേർക്കുന്നത് ഇതിൽ കാശ്മീരി മുളകും ഉണ്ട്, അല്ലാതെ തന്നെ നല്ല എരിവുള്ള മുളകും, അതും കൂടി രണ്ടും കൂടി ഒരുമിച്ച് പൊടിപ്പിച്ചതാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അത് ചേർത്തു. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പെരിഞ്ജീരകമാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം. നമുക്ക് പൊടിക്കൊന്നും വേണ്ട, വെറുതെ ഇതിലേക്ക് ഇട്ടാൽ മതിയാവും. പെരിഞ്ജീരകം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. വലിയ നാരങ്ങയാണെങ്കിൽ 1 മതിയാവും, ചെറുതാണെങ്കിൽ 2 നമുക്ക് ചേർക്കാം. ആ നാരങ്ങയുടെ നീരിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ തൈരാൽ ചേർത്താലും മതിയാവും, അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ നാരങ്ങ ഉള്ള കാരണം നാരങ്ങ ചേർക്കുകയാണ്. പിന്നെ നോക്കിയിലേക്ക് ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് 1 ടീസ്പൂണോളം നമുക്ക് ചേർത്താൽ മതിയാവും, എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഉപ്പ്. നമ്മുടെ ആവശ്യത്തിന് എത്രത്തോളം ഉപ്പ് വേണോ അത് നോക്കിയിലേക്ക് ചേർക്കാം. ഇനി അവസാനമായിട്ട് നോക്കിയിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ടയും കൂടി നോക്കിയിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ടയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് വന്ന് ഈ മസാലയൊക്കെ ഈ ചിക്കൻ്റെ എല്ലാ കഷ്ണങ്ങളും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. എല്ലാ കഷ്ണത്തിലും പിടിക്കുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ആ കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്, എല്ലാ കഷ്ണത്തിലും പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 മണിക്കൂർ ഒന്ന് അടച്ച് വയ്ക്കണം. മിനിമം ഒരു 2 മണിക്കൂർ വയ്ക്കണം കേട്ടോ. എത്രത്തോളം കൂടുതൽ നേരം വയ്ക്കാമോ അത്രത്തോളം നല്ലത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് 2 മണിക്കൂർ വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചെടുക്കാം. ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഓരോ കഷ്ണങ്ങളും ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ സൈഡും നന്നായിട്ട് വേവുന്ന രീതിയിൽ 10 മിനിറ്റോളം എടുക്കും എന്തായാലും എല്ലാ സൈഡും ഒന്ന് വെന്ത് വരാനായിട്ട്. ഇതിൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ട് നോക്കിയിട്ട് പതുക്കെ തിരിച്ചിടാം. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പറ്റുവാണെങ്കിൽ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ബൈ, വീണ്ടും കാണാം.